സജി മഞ്ഞക്കടമ്പലിന് പിന്നാലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് വീണ്ടും രാജി ഉണ്ടായിരിക്കുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളിക്കുന്നമാണ് രാജിവെച്ചത്. മോൻസ് ജോസഫ് എംഎൽഎയുടെ ഏകാധിപത്യ ഭരണം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയാണ് രാജി. അതേസമയം രാജിവെച്ചു പോയവർ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോയവരാണെന്ന് പി ജെ ജോസഫ് പ്രതികരിച്ചു. ഒന്നും പറയാനില്ലെന്നായിരുന്നു മോൻസ് ജോസഫിന്റെ പ്രതികരണം. ഇല്ലില്ല, അങ്ങനെ അതിൻ്റെ പേരിൽ ആരും പോയിട്ടില്ല. ചില വികാരപ്പെട്ടു പോയി എന്നതിനപ്പുറത്ത് അതിലൊന്നുമില്ല. അടിസ്ഥാനമുള്ള ഒരു കാര്യമില്ല. വന്നാൽ സ്വീകരിക്കത്രേ. മോൻസ് ജോസഫിനെതിരെ ആരോപണം ഉന്നയിച്ചാണ് സജിയും അതുപോലെ തന്നെ രണ്ടാമത് രാജിവെച്ച ആളും. എന്താണ് താങ്കൾക്കെതിരെയാണ് വലിയ ആരോപണം? അതിനിടെ മാണി ഗ്രൂപ്പ് ഉന്നതാധികാര സമിതി അംഗമായിരുന്ന മുൻ എംഎൽഎ പി എം മാത്യു കോട്ടയത്ത് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനായി പ്രചരണത്തിനിറങ്ങി. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി മാണി ഗ്രൂപ്പുമായി അകന്നു നിൽക്കുകയായിരുന്നു പി എം മാത്യു. പി ആർ പ്രവീണ വിശദാംശങ്ങളുമായി. പ്രവീണ, വലിയ ഉൾപ്പിരിവുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സജി മഞ്ഞക്കടമ്പലിൻ്റെ കൂടെ മറ്റൊരാൾ, ഇപ്പോൾ പി എം മാത്യു UDFന് അനുകൂലമായി പ്രചരണത്തിന് എത്തുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെയൊക്കെയാണിത് ഈ കേരള കോൺഗ്രസിലെ ഉൾപ്പിരിവുകൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നത്? ആദ്യം രാജിവെച്ചത് ജോസഫ് ഗ്രൂപ്പിലെ സജി മഞ്ഞക്കടമ്പിലാണ്. അത് മോൻസ് ജോസഫിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു. രണ്ടാമത് ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പ്രസാദ് ഉരുളികുന്നം ആണ് രാജിവെച്ചത്. അദ്ദേഹവും മോൻസ് ജോസഫിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ്. കൂടുതൽ പേർ ഇനി പോകില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ ഒരു കണക്കുകൂട്ടൽ. വികാരങ്ങൾക്ക് അടിപ്പെട്ട് കഴിഞ്ഞ ദിവസം വരെ പാർട്ടിയുടെ എല്ലാ പരിപാടികളിലും സജീവമായിരുന്ന ഈ രണ്ടുപേരും വികാരങ്ങൾക്ക് അടിപ്പെട്ട് പോയവരാണ്. തിരികെ വന്നാൽ എടുക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോഴും രണ്ടുപേരും ഇനി മുന്നണിയിലേക്കില്ല, UDFിലേക്കോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫിലേക്കോ ഇല്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. മറ്റു തീരുമാനങ്ങൾ വരുന്ന മുറക്കെടുക്കുമെന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, കേരള കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കൂടിയായ പി എം മാത്യു UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം 13-ാം ബൂത്തിൽ കൺവെൻഷനിൽ എത്തിച്ചേർന്നത്. അദ്ദേഹം പറയുന്നത് താൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വിട്ടിട്ടില്ല, പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് കേരള കോൺഗ്രസിന്റെ ഈ പറഞ്ഞ ഫ്രാൻസിസ് ജോർജ്, UDF സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജ് ജയിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇത്തവണ പിന്തുണ അദ്ദേഹത്തിന് നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ്. പക്ഷേ താൻ സ്ഥിരമായി കേരള കോൺഗ്രസ് എമ്മിൽ നിൽക്കുന്ന ഒരാളാണെന്നും പാർട്ടി വിട്ടിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും മുതിർന്ന നേതാവായ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് ജോസ് കെ മാണി വിഭാഗം അറിയിക്കുന്നത്. കാരണം വളരെ നാളുകളായി അദ്ദേഹം പാർട്ടിയിൽ നിന്നും അകന്നു നിൽക്കുകയാണ്. മാത്രമല്ല ഏതെങ്കിലും ഒരു പരിപാടിക്ക് എത്തിക്കഴിഞ്ഞാൽ രൂക്ഷ വിമർശനം ജോസ് കെ മാണിക്ക് അടക്കം എതിരെ ഉണ്ടാകാറുമുണ്ട്. നിലവിൽ ഇന്ന് സ്മൃതിദിനം, കെ എം മാണിയുടെ സ്മൃതിദിനമായി ഇന്ന് എല്ലാ ഗ്രൂപ്പുകളും എല്ലാ നേതാക്കളും തന്നെ അദ്ദേഹത്തിന്റെ കല്ലറയിലെത്തി പ്രാർത്ഥന നടത്തി മടങ്ങിയിട്ടുണ്ട്. പി എം മാത്യു UDFന് അനുകൂലമായി പ്രചരണത്തിൽ, ഒപ്പം തന്നെ പ്രസാദ് ഉരുളിക്കുന്നം, സജി മഞ്ഞക്കടമ്പിൽ എന്നിവർ മറുപക്ഷത്തേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനകളും നൽകുന്നു. ഇടവേള